ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. മുൻ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം 5ാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ രണ്ടുപേർ ഇന്ന് നമ്മുടെ വിസ തീരുമെന്നൊക്കെ പറഞ്ഞ് ഗെയിം കളിക്കാനായി പോവാൻ നിൽക്കുമ്പോൾ അരിസു പുറകിൽ നിന്നും വരികയും നിങ്ങൾ ബീച്ച് എന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും ഗെയിം കളിക്കാനായി പോകുന്നു. അതോടെ അരിസു എവിടെയാണോ ബീച്ച് എന്നൊക്കെ മനസ്സിൽ പറയുകയും ചെയ്യുന്നു. ശേഷം അരിസുവും ഉസാഗിയും ടെന്റൊക്കെ അടിച്ച് ബീച്ച് എന്ന സ്ഥലം എന്തായാലും ശരിക്കുമുള്ള ബീച്ചല്ല, അതൊരു കോഡ് ഭാഷയോ മറ്റോ ആണെന്ന് അവർ പരസ്പരം പറയുകയും ശേഷം അരിസു നമ്മുടെ വിസ 3 ദിവസം കൂടിയുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ആ സ്ഥലം കണ്ടുപിടിച്ച് ഈ ഗെയിം എങ്ങനെയെങ്കിലും നിർത്തണം എന്നൊക്കെ അവർ പറയുകയും ഇതിനിടെ ഉസാഗി നാളെ ഞാൻ വേട്ടയാടാൻ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ ഞാൻ വരാമെന്ന് അരിസു പറയുകയും അതോടെ ഉസാഗി ടെന്റിൽ കയറി കിടക്കുകയും അരിസു പുറത്തും കിടക്കുന്നു. അതോടെ അവനെ കൊതുകടിച്ച് ഇടങ്ങാറാക്കുകയും ഇതിനിടെ ഉസാഗി അവനോട് ഉള്ളിൽ വന്ന് കിടക്കാൻ പറയുന്നതോടെ അവൻ കിടക്കുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അവർ വേട്ടയാടാൻ പോയതാണ്. ഇതിനിടെ ഉസാഗി പന്നികളെ പറ്റി അവന് പറഞ്ഞു കൊടുക്കുകയും പന്നികൾ സിറ്റിയിലേക്ക് വരുമോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ മനുഷ്യരുടെ അരക്കമൊന്നുമില്ല, അതുകൊണ്ടാണ് അവറ്റകൾ സിറ്റിയിലേക്ക് ഇറങ്ങുന്നത് എന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടെ അവൾ പന്നിയുടെ കാൽപ്പാട് കണ്ട് പന്നി ഇവിടെ എവിടെയോ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അരിസു അതിനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നൊക്കെ അവളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും നീ എവിടെ നിന്ന് പഠിച്ചു ഇതൊക്കെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് വീഡിയോ ഗെയിമിൽ ഉള്ളതാണെന്ന് അവൻ പറയുന്നു. ശേഷം അന്ന് രാത്രി ഗെയിം കളിക്കാൻ എത്തിയിരിക്കുന്നവരെ ദൂരെ നിന്നും ഉസാഗിയും അരിസുവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ കയ്യിലുള്ള ബാൻഡ് അരിസു ശ്രദ്ധിക്കുകയും ഇവരൊരു ടീമാണ്, ഇവരെ ഞാൻ ടാഗർ ഗെയിമിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അവരുടെ പോക്കറ്റിൽ നിന്നാണ് കറുബേക്ക് വോക്കി ടോക്കി കിട്ടിയത് എന്നൊക്കെ അരിസു അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അതോടെ ഉസാഗിയും ഇവിടെ ആ ടാഗ് ധരിച്ച 2 പേർ ഉണ്ടെന്ന് പറയുകയും അവരെ നോക്കിക്കൊള്ളാനും അരിസു അവളോട് പറയുന്നു. അങ്ങനെ ഗെയിം അവസാനിക്കാനായി അവർ വെയിറ്റ് ചെയ്യുകയും അതോടെ അവർ ഗെയിമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതോടെ അരിസുവും ഉസാഗിയും അവരെ ഫോളോ ചെയ്യുന്നു. ശേഷം അവർ നോക്കുമ്പോൾ ടാഗ് ധരിച്ചവർ പഴയ കാറിലേക്ക് കയറുകയും ശേഷം അതിൽ പോവുകയും ചെയ്യുന്നു. അതോടെ അരിസുവും ഉസാഗിയും 2 കാറുകളുടെ ബാക്കിലും ഓടുകയും ഒരേ ദിശയിലാണ് ഈ കാറുകൾ പോകുന്നത് എന്നും അവർക്ക് മനസ്സിലാവുന്നു. അതോടെ അവർ ബീച്ച് കണ്ടെത്തുന്നു. അവർ നോക്കുമ്പോൾ ബീച്ച് എന്നത് ആ ബിൽഡിങ്ങിന്റെ പേരാണ്, അവിടെ ഇലക്ട്രിസിറ്റിയുമുണ്ട്, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ഉസാഗി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആരോ വന്ന് അവരെ ബോധം കെടുത്തിയതിനു ശേഷം കൊണ്ടുപോകുന്നു. ശേഷം അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ കുറെ പേർ അവരുടെ ചുറ്റും നിൽക്കുന്നത് കാണുകയും ഇങ്ങനെ പെരുമാറിയതിൽ ക്ഷമിക്കണമെന്നൊക്കെ അതിലെ ഒരുത്തൻ പറയുന്നു. ഇതിനിടെ ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഉത്തരങ്ങൾക്ക് വേണ്ടിയാണെന്നും അപ്രത്യക്ഷരായൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുകയും എന്തിനാണ് ഈ ഗെയിം എന്നും അവൻ ചോദിക്കുന്നു. അതോടെ ഡോറ് തുറന്ന് അവരുടെ ബോസായ ഹെറ്റർ അങ്ങോട്ടേക്ക് വരികയും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാമെന്നും പറയുന്നു. ശേഷം അവൻ മുന്നിലുള്ള കർട്ടൻ മാറ്റാൻ പറയുകയും അവർ അത് മാറ്റുന്നതോടെ ഒരുപാട് കാർഡ് വെട്ടിയിട്ടും വെട്ടാതെയൊക്കെ കാണുകയും ചെയ്യുന്നു. അതോടെ ഹെറ്റർ ഈ കാർഡുകൾ മുഴുവനായി കിട്ടിയാൽ നമ്മൾ ആദ്യമുള്ള ലോകത്തേക്ക് പോവാൻ പറ്റുമെന്ന് പറയുകയും ഇതിനിടെ ഉസാഗി എല്ലാ കാർഡും കിട്ടിയാൽ നമുക്ക് പോവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ പോവാൻ പറ്റൂ എന്ന് ഹേറ്റർ പറയുകയും ആ ഒരാൾ ഞാനാണ്, ഞാൻ പോയാൽ ഇവിടെ നിന്ന് വേറെ ഒരാളെ സെലക്ട് ചെയ്യും. അതോടെ വീണ്ടും ഗെയിം കളിക്കുകയും വീണ്ടും മുഴുവൻ കാർഡും കിട്ടിയാൽ മറ്റൊരാൾ പോവുമെന്നും ഹേറ്റർ പറയുന്നു. അതോടെ അരിസു ഇതൊക്കെ കേട്ട് പേടിക്കുന്നു. ശേഷം ഹേറ്റർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയും ഒരുത്തൻ മാത്രം ഗെയിം കളിച്ച് എല്ലാ കാർഡും കളക്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ടീമായി കളിച്ച് ഓരോരുത്തരെയായി ലോകത്തേക്ക് തിരിച്ചയക്കുമെന്ന് ഹേറ്റർ പറയുന്നു. ശേഷം ഹേറ്റർ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ കാർഡും എനിക്ക് തരണം എന്ന് പറയുകയും ഇനി മുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഗെയിം കളിക്കുമെന്നും ഹേറ്റർ പറയുന്നു. അതോടെ അരിസു നിങ്ങൾ പറയുന്നത് കേൾക്കാതെ ഇരുന്നാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിസ ഇന്ന് തീരും, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റാതെ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് ഹേറ്റർ പറയുന്നു. അതോടെ ഉസാഗി തിരിച്ചു പോവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുകയും നിങ്ങൾ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് മുഴുവനായി പഠിച്ചതാണെന്ന് ഹേറ്റർ പറയുമ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തെ രാജ്യം എന്നാണോ വിളിക്കുന്നത് എന്ന് അരിസു ചോദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വിസ കിട്ടിയില്ലേ, അപ്പോ ഇതും ഒരു രാജ്യമാണ്, ടോക്കിയോയിലെ ജനങ്ങൾ അങ്ങനെ അപ്രത്യക്ഷമായതൊന്നുമല്ല, നമ്മളാണ് ഇവിടേക്ക് മാറി വന്നത്, ഇതൊക്കെ സത്യമാണെങ്കിൽ ഉറപ്പായും തിരിച്ചു പോകാനുള്ള ഒരു വഴിയും കാണും, ആ വഴിയാണ് ഈ ഗെയിം കളിച്ച് കാർഡ് മുഴുവനായി നേടൽ. ഇതിനിടെ ഒരു പെണ്ണ് ഞങ്ങൾ ഇവിടെ വൈദ്യുതി എത്തിക്കുന്നത് ജനറേറ്റർ വഴിയാണ് എന്നൊക്കെ പറയുകയും കുടിക്കാനുള്ള വെള്ളം മഴവെള്ളമാണ് ശേഖരിക്കുന്നത് എന്നും പറയുന്നു. ശേഷം ഹേറ്റർ രാജ്യത്തെ സംരക്ഷിക്കാൻ തോക്കുകൾ വരെ ഉണ്ടെന്ന് പറയുകയും ശേഷം അവൻ ഇവിടുത്തെ റൂൾസ് എന്താണെന്ന് പറയുന്നു. ബീച്ചിൽ എപ്പോഴും നീന്തൽ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ അനുവദനീയമുള്ളൂ, കാരണം വസ്ത്രത്തിനിടയിൽ ആരും ആയുധങ്ങൾ ഒളിപ്പിക്കാൻ പാടില്ല, പിന്നെ നിങ്ങൾക്ക് കഞ്ചാവടിക്കാം, ഡാൻസ് കളിക്കാം, കള്ളും കുടിക്കാം, അതിനൊന്നും ആരും ചോദ്യം ചെയ്യില്ല എന്ന് ഹെറ്റർ പറയുകയും 2ാമത്തെ റൂള് എല്ലാവരും കളിക്കുന്ന ഗെയിമിന്റെ കാർഡ് ബീച്ചിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയും കൂടുതൽ കാർഡ് കൊണ്ടുവരുന്നവർക്ക് പ്രൊമോഷനും ലഭിക്കും എന്ന് ഹേറ്റർ പറയുന്നു. ശേഷം 3ാമത്തെ റൂൾ പറയുകയും ബീച്ചിൽ ഒരിക്കൽ വന്നുപെട്ടാൽ ഒരു തിരിച്ചു പോകില്ല, ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ കൊന്നുകളയുന്നതാണ് എന്നും ഹേറ്റർ പറയുന്നു. അതോടെ ഇതൊക്കെ കേട്ട് അരിസു
ഉസാഗിയോട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടെ ഉസാഗി നീ സോറി ഒന്നും പറയണ്ട, ഞാനും കൂടി തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അവൾ പറയുന്നു. ശേഷം ഹാറ്ററിന് അരിസുവിന്റെ കയ്യിലുള്ള 7 ഹേർട്സ് കാർഡ് കിട്ടുകയും അവനത് കിട്ടിയതോടെ സന്തോഷിക്കുകയും നിങ്ങളുടെ പ്രൊമോഷനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പോയി ബീച്ച് എൻജോയ് ചെയ്യടാ എന്നും ഹാറ്റർ പറയുന്നു. അതോടെ അരിസുവും ഉസാഗിയും ചെന്ന് നോക്കുമ്പോൾ അവിടെ പാട്ടും കൂത്തും ബഹളവുമാണ്. ഇതൊന്നും കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതോടെ അന്ന് രാത്രി ആവുകയും ഇതിനിടെ ഗെയിമിന്റെ സമയമായി എന്ന് അവിടെ അനൗൺസ്മെന്റ് വരുന്നതോടെ എല്ലാവരും ഹാളിലേക്ക് പോവുകയും അതോടെ ഹാറ്റർ അങ്ങോട്ടേക്ക് വരികയും എല്ലാവരും ഇന്നത്തെ ഗെയിം പൊളിച്ചു വാടാ എന്നൊക്കെ പറഞ്ഞ് ആവശ്യം കൊടുക്കുകയും ശേഷം ഹാറ്റർ അവിടെ നിന്നും പോകുന്നു. ശേഷം അരിസുവും ഉസാഗിയും നോക്കുമ്പോൾ അവർക്ക് കിട്ടിയത് വേറെ വേറെ ഗെയിമിന്റെ കാർഡാണ്. അതോടെ അവർ പരസ്പരം നീ ഗെയിമിൽ ജയിച്ചു വരണം എന്നൊക്കെ പറയുമ്പോൾ മുന്നേ കണ്ട വെള്ളമുടിക്കാരൻ അവരെ നോക്കുകയും ഇതിനിടെ ഒരു പെണ്ണ് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം ഗെയിം കളിച്ചിട്ടുണ്ട്, കണ്ടിട്ട് നമ്മുടെ പ്ലാനിന് പറ്റിയ ആളാണെന്ന് തോന്നുന്നു എന്ന് വെള്ളമുടിക്കാരൻ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഉസാഗി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശേഷം അവൾ അതിൽ ജയിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരുപാട് പേർ ഗെയിം കളിക്കുന്നതും മരിക്കുന്നതും ജയിക്കുന്നതുമൊക്കെ കാണിക്കുന്നു. ശേഷം അരിസു ഗെയിം കളിക്കാനായി എത്തുകയും അവൻ നോക്കുമ്പോൾ ഫോൺ വാട്ടർ പ്രൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ നേരത്തെ പെണ്ണ് അങ്ങോട്ടെത്തുകയും എന്റെ പേര് ക്വീന എന്നൊക്കെ പറഞ്ഞ് അവനെ പരിചയപ്പെടുന്നു. ഇതിനിടെ ടാഗർ ഗെയിമിൽ കണ്ട പുതിയ പയ്യൻ അങ്ങോട്ടേക്ക് വരികയും എടാ നീ എന്താ ഇവിടെ എന്നൊക്കെ അരിസു ചോദിക്കുമ്പോൾ ഞാൻ ബീച്ചിലെ ഗാങ്ങിന്റോടൊപ്പമാണെന്ന് അവൻ പറയുന്നു. അതോടെ കൂടെയുള്ള പെണ്ണ് സംസാരമൊക്കെ പിന്നെ ആവാമെന്ന് പറഞ്ഞ് അവർ ഗെയിം കളിക്കാനായി പോകുന്നു. ശേഷം അവർ ഗെയിം കളിക്കാനായി എത്തുന്നത് വെള്ളം മറിയുന്ന ഒരു റൂമും മേലെ ഇലക്ട്രിസിറ്റിയും. ഇതിനിടെ ഫോണിൽ മെസ്സേജ് വരികയും ഡയമണ്ട് കാർഡ് ഡിഫിക്കൽട്ടി 4 എന്നും അതിൽ കാണിക്കുന്നു. ഇതിനിടെ പെണ്ണ് നമുക്ക് വേണ്ട ലാസ്റ്റ് ഡയമണ്ട് കാർഡ് ഇതാണെന്ന് പറയുന്നു. ശേഷം അതിൽ വീണ്ടും മെസ്സേജ് വരികയും ഗെയിമിന്റെ പേര് ലൈറ്റ് ബൾബ് എന്നും കാണിക്കുന്നു. ശേഷം ഗെയിമിന്റെ റൂൾസ് പറയുകയും ഇതിലെ ഏത് സ്വിച്ച് ഇട്ടാലാണ് അടുത്തുള്ള റൂമിലുള്ള ബൾബ് കത്തുക എന്ന് കണ്ടെത്തുക എന്ന് അതിൽ വരുന്നു. അതോടെ കൂടെയുള്ള ഒരു പെണ്ണ് ഇലക്ട്രിക് വയറിൽ കയറി പിടിക്കുകയും അതോടെ അവൾ മരിക്കുകയും ചെയ്യുന്നു. ശേഷം ഫോണിൽ മെസ്സേജ് വരികയും ഇലക്ട്രിക് വയർ വരെ വെള്ളമെത്തിയാൽ എല്ലാവരും മരിക്കുന്നതാണ്, അതിനു മുന്നേ സ്വിച്ച് കണ്ടെത്തുക എന്ന് അതിൽ കാണിക്കുന്നു. അതോടെ അവർ പരസ്പരം ഓരോ ഐഡിയ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വർക്കാവുന്ന ഐഡിയ അല്ല. അതോടെ അരിസു അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. ഇതിനിടെ അവിടെ വെള്ളം കൂടുകയും അരിസു അവന്റെ ബുദ്ധി വെച്ച് ആ ഗെയിം കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ കൂടെയുള്ള പെണ്ണിനെ അറിയാം. അവർ ഓരോരുത്തരുടെയും ഗെയിം ഐക്യു നോക്കുകയാണ് അവൾ. ശേഷം അരിസു ഗെയിം കഴിഞ്ഞ് വീണ്ടും ബീച്ചിലേക്ക് എത്തുകയും അവൻ ഉസാഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഉസാഗിയും അവനെ നോക്കുകയും അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ഇതിനിടെ അരിസു എന്റെ കൂടെ കളിക്കുന്ന പെണ്ണിന് ഉത്തരം അറിയായിരുന്നു, പക്ഷേ എന്നെ അവൾ പരീക്ഷിക്കുകയായിരുന്നു എന്ന് അരിസു പറയുന്നു. ഇതിനിടെ ക്വീന അവരുടെ അടുത്തേക്ക് വരികയും നിങ്ങൾ കപ്പിൾസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എന്ന് അവർ പറയുന്നു. അതോടെ അവർ കുറെ സംസാരിക്കുകയും ഇതിനിടെ അഗൂനിയും ശിങ്കിടികളും അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ക്വീന അവനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും അവനാണ് ബീച്ചിലെ ഗണ്ണൊക്കെ കാത്തു സൂക്ഷിക്കുന്നതും ഇവിടത്തെ ഭടന്മാരും എന്ന് പറയുകയും ഹാറ്ററാണ് ഇവിടത്തെ ബോസ്, പക്ഷേ അവരെയൊന്നും ഒരു വിലയുമില്ല ഇവർക്ക് എന്ന് അവൾ പറയുന്നു. അതോടെ അഗൂനി അരിസുവിന്റെ അടുത്തേക്ക് വരികയും നിന്റെ ഫ്രണ്ട് എവിടെ എന്ന് ചോദിക്കുകയും അതോടെ അരിസു ഒന്നും മിണ്ടാത്തത് കണ്ട് അവൻ ചത്തല്ലേ എന്ന് പറയുകയും ശേഷം ഉസാഗിയെ പിടിച്ചുകൊണ്ടുവരാൻ അഗൂനി പറയുന്നതോടെ അരിസു അവനെ തടയുന്നു. ഇതിനിടെ ക്വീന നീ ഇതിൽ ഇടപെട്ടാൽ അവർ നിന്നെ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അരിസു അതൊന്നും കേൾക്കാതെ വീണ്ടും അവനെ തടയുന്നു. അതോടെ അഗൂനിയുടെ ശിങ്കിടി ഇവനെ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കാലങ്ങ് തല്ലി ഒടിച്ചേക്കടാ എന്ന് പറയുന്നു. അതോടെ ഹാറ്റർ അങ്ങോട്ടേക്ക് വരികയും ഇവരെ അങ്ങ് വിട്ടേക്ക് എന്നും പറയുന്നു. അതോടെ അവൻ ഒന്നും മിണ്ടാത്തത് കണ്ട് അവന്റെ ശിങ്കിടിയായ നിരാഗിയോട് ഇവരെ വിട്ടേക്ക് എന്ന് വീണ്ടും പറയുകയും ഞാൻ എന്റെ അഗൂനി അണ്ണൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കൂ എന്നും നിരാഗി പറയുന്നു. അതോടെ ഹാറ്റർ ദേഷ്യപ്പെട്ട് നിന്റെ ബോസ് ആരാടാ എന്ന് ഹാറ്റർ അഗൂനിയോട് ചോദിക്കുമ്പോൾ അണ്ണനാണെന്ന് അഗൂനി പറയുന്നു. അതോടെ ഹാറ്റർ അവനോട് അവിടെ നിന്ന് പോകാൻ പറയുകയും അതോടെ അഗൂനി അവിടെ നിന്നും പോകുന്നു. ശേഷം ഹാറ്റർ പ്രധാനപ്പെട്ട ആൾക്കാർ മീറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയുകയും ഇതിനിടെ അരിസുവിനോടും വരാൻ പറയുന്നു. അതോടെ അരിസു അവിടെ നിന്നും പോകുന്നു. ഇതിനിടെ വെള്ളമുടിക്കാരൻ ക്വീനുടെ അടുത്തേക്ക് എത്തുകയും അവൻ ആളെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പൊളിയാണ്, എനിക്കവനെ ഇഷ്ടായി എന്നും ക്വീന പറയുന്നു. ശേഷം കാണിക്കുന്നത് ഹാറ്ററിന്റെ മീറ്റിംഗ് ആണ്. അരിസു നോക്കുമ്പോൾ വെള്ളമുടിക്കാരൻ അവിടെയുണ്ട്. ശേഷം അവർ 10 ഓഫ് ഹാർട്സ് കാർഡിനെ പറ്റി പറയുകയും അത് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 10 ഓഫ് ഹാർട്സ് ഗെയിം ടൗണിൽ എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തണം, എന്റെ വിസ തീരാറായിരിക്കുകയാണ്, ഞാനത് കളിക്കുമെന്ന് ഹാറ്റർ പറയുന്നു. ഇതിനിടെ ഒരു പെണ്ണ് 7 ഓഫ് ഹാർട്സ് ഗെയിം കളിച്ചവനാണ് അരിസു. അപ്പോ ബുദ്ധിയില്ലാത്ത അരിസു വരെ ഹാർട്സ് 7 ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബുദ്ധിയില്ലാത്തവർക്കും ഹാർട്സ് കളിച്ച് ജയിക്കാമെന്ന് അവൾ പറയുമ്പോൾ ഹാറ്റർ ഇതൊക്കെ കേട്ട് ചിരിക്കുന്നു. ഇതിനിടെ മറ്റൊരു പെണ്ണ് ഹാർട്സ് ഗെയിം അത്ര സിമ്പിൾ ഒന്നുമല്ല എന്ന് പറയുകയും രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് വരെ അതെന്ത് ഗെയിമാണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ആ പെണ്ണ് പറയുമ്പോൾ മറ്റൊരാൾ ആ ഗെയിമിന്റെ സ്ഥലവും ബിൽഡിംഗും ഒക്കെ നോക്കി ഗെയിം എന്താണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ ഹാറ്റർ എന്ത് ഗെയിം ആയാലും എനിക്കൊരു സീനും ഇല്ല, ഞാൻ ഏത് ഗെയിമിൽ പോയാലും 100% വിജയിക്കുമെന്ന് പറയുന്നു. ശേഷം അരിസുവിനെ ഹാറ്റർ ഒരു ഡ്രിങ്കിനായി ക്ഷണിക്കുകയും അവർ ഒരുപാട് സംസാരിക്കുകയും നിന്റെ പണി എന്താണെന്നൊക്കെ ഹാറ്റർ അരിസുവിനോട് ചോദിക്കുകയും എനിക്ക് പണിയൊന്നുമില്ല എന്ന് അരിസു പറയുകയും ചെയ്യുന്നു. അതോടെ ഈ
എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ 6ാമത്തെ എപ്പിസോഡുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം RN.